ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഞാൻ വേറെ വിഷയം എന്ന് വെച്ചാൽ ഇന്ന് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് ആക്സിഡൻ്റ് ആയി ഗൈസ്. ഇതാ ഇവിടെ നോക്കുകയാണെങ്കിൽ എവിടെ നിന്നറിയോ, റോട്ടിൽ കുഴി ഉണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല, ഞാൻ വീണു. ഇവിടെ ഇതിനൊക്കെ ബസ്സുകളും ഒക്കെ വണ്ടികളൊക്കെ വരുന്നുണ്ട്, അപ്പം എല്ലാവരും ബ്രേക്ക് ഇട്ടു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതാണ് നമ്മളെ റോഡും അവസ്ഥയും. ഇപ്പം നമ്മൾ നമ്മളെ തന്നെ രക്ഷിക്കണം, നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴും സ്പീഡും ഇതൊക്കെ കുറച്ചിട്ട് നമ്മൾ റോഡ് മാത്രം നോക്കിയിട്ട് വണ്ടി ഓടിക്കുക. അവസ്ഥ എങ്ങനെയാണ്, നമ്മുടെ ഇന്ത്യയിലാണ് താമസിക്കുന്നത്, നമ്മുടെ റോഡുകളൊക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ രക്ഷിക്കുക. ഇത് ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കാനുള്ള അവസ്ഥ ഉണ്ടായെന്ന് അറിയില്ല. പെട്ടെന്ന് എനിക്ക് എന്തൊക്കെ തോന്നിയെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഞാനിതാ രണ്ട് കുഴി ഇങ്ങനെ കിടക്കിടകയെന്ന് പറഞ്ഞ് ചാടിപ്പോൾ പെട്ടെന്ന് ബാലൻസ് പോയി, ഞാൻ റോട്ടിൽ വീണു. അതേ ഉണ്ടായി. ഞാൻ വീണ് വീണ് കിടന്നപ്പോൾ ഇതാ ഒരു വണ്ടി ഇതാ സൈഡിൽ കൂടെ അങ്ങോട്ട് പാസ് ചെയ്ത് പോയി, വണ്ടി ഇതിലും പോയി. വേറൊരു ബസ്സുകാരൻ വന്നിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ക്ലീൻ പറഞ്ഞിട്ട് ബ്രേക്ക് ഇട്ട് നിർത്തി. അപ്പോൾ ആ സമയം കൊണ്ട് ഒരു 4-5 സെക്കൻഡ് കൊണ്ട് ഞാൻ പൊട്ടിപ്പഴഞ്ഞ് എണീറ്റു. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. ചെറിയ കൈ ഷോൾഡറൊക്കെ തട്ടിയിട്ടാണ് ഞാൻ വീണ്, ഹെൽമെറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ വിഷയമൊന്നും എനിക്ക് ഉണ്ടായില്ല. ഞാൻ ബൈക്ക് റെഡിയാക്കി അപ്പം എല്ലാവരും പിന്നെ 4-5 ആൾക്കാർ ഓടിക്കോറി. ഫസ്റ്റത്തെ ആൾക്കാരൊന്നും ഇറങ്ങാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ എല്ലാം പിന്നെ വണ്ടിയൊക്കെ അവർ പിന്നെ 2-3 ആൾക്കാർ ഉണ്ടായിരുന്നു അവിടെ. അതിൽ ബൈക്കിൽ പോയിട്ട് നിർത്തിയിട്ട് അവർ തൊട്ടപ്പുറത്ത് തന്നെ നിർത്തിയപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത് വണ്ടിയൊക്കെ റെഡിയാക്കി. അപ്പോൾ വേറൊരു കാക്കൊക്കെ വരുന്നുണ്ട്, എനിക്കൊന്നും പറ്റിയില്ലല്ലോ ചോദിച്ചു എന്നോട്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അതിന് ബസ്സുകാരൊക്കെ പോയി നോക്കുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പാൻറ്റൊക്കെ പിന്നെ മുട്ടൊക്കെ പിന്നെ കുത്തിയിട്ടാണ് വീണിരിക്കുന്നത്. പക്ഷെ മുട്ടിന് ചോര കളറുണ്ട്, പാൻറ്റൊന്നും കീറിയിട്ടൊന്നുമില്ല. പാൻറ്റ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പാൻറ്റ് തന്നെയാണ്, കോട്ടൺ സിറ്റിയിൽ നിന്ന് എടുത്താലുണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ പാൻറ്റൊന്നും കയറിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മളെ റോഡുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെ അധികാരികൾ പെട്ടെന്ന് ശരിയാക്കുമെന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കണ്ട. നമ്മൾ നമ്മളെ സൂക്ഷിക്കുക, നമ്മളെ ഡ്രൈവിങ്ങും പിന്നെ കുറച്ച് വേഗത കുറച്ചിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടൊക്കെ ഓടിക്കുക. അതാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് ഞാൻ പിന്നെ തിരിച്ച് വരുമ്പോൾ പിന്നെ റോഡിൻ്റെ കുഴികൾ എവിടെയെന്ന് ചോദിച്ച് ഞാൻ നോക്കിയിരുന്നു. പക്ഷെ ആ നല്ലവരായ ജനങ്ങൾ, നാട്ടുകാരെ തോന്നുന്നു, അത് പിന്നെ ആ 4-5 കുഴി അവർ മൂടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കല്ലും പിന്നെ മണ്ണൊക്കെ ഇട്ടിട്ട് അവർ മൂടിയിട്ടുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ എടുക്കുക. നമ്മളെ ജീവിതം നമുക്ക് സേഫ് ആക്കണമല്ലോ. അത് എന്തെങ്കിലും സംഭവിച്ചിട്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ പറയുന്നു, എല്ലാവരും ശ്രദ്ധിക്കുക ഡ്രൈവ് ചെയ്യുമ്പോൾ. ഇപ്പോൾ മഴക്കാലമാണ്.